തൃശൂർ കോർപ്പറേഷന്റെ കീഴിൽ വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ചെത്തിയവർക്ക് BJP അംഗത്വം നൽകി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 100ഓളം പേരെ ഷാളുകൾ അണിയിച്ച് BJPയിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന് കീഴിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് BJPയിലെത്തിയ 100ഓളം പേർക്ക് അംഗത്വം നൽകി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓരോരുത്തരെയും ഷാൾ അണിയിച്ച് BJPയിലേക്ക് സ്വീകരിച്ചു. മുൻ മുഖ്യമന്ത്രി K. കരുണാകരനൊപ്പം പ്രവർത്തിച്ച വേലായുധൻ നായരെയാണ് ആദ്യം സ്വീകരിച്ചത്. ശ്രീ വേലായുധൻ നായർ. അടുത്തതായി മുൻ കൗൺസിലർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, SNDP ശാഖ പ്രസിഡന്റ്, കൂർക്കഞ്ചേരി അമ്പലം പ്രസിഡന്റ്, ശ്രീനാരായണ കോളേജ് ചെയർമാൻ ആയിട്ടുള്ള ശ്രീ സദാനന്ദൻ വാഴപ്പിള്ളി. കോൺഗ്രസിന്റെ മുൻ മണ്ഡലം ഭാരവാഹി ജോസ്വിൻ ജെ നെല്ലിശ്ശേരി. മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് മനവഴി. മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീനിവാസൻ കളരിക്കൽ. മുൻ DCC ഓഫീസ് സ്റ്റാഫ് ശ്രീ ബിനോജ്. വികസിത കേരളം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങള് BJP എന്ന് പറഞ്ഞ പാർട്ടി നരേന്ദ്രമോദിജിന്റെ ലീഡർഷിപ്പിൽ വികസനം, വികസിത ഭാരതം, വികസിത കേരളം, ആ ഒരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം, അതൊരു ലക്ഷ്യം മുമ്പിൽ വെച്ച് അതിനുവേണ്ടി അധ്വാനിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJPയും BJPന്റെ എല്ലാ പ്രവർത്തകരും. എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള വികസനമാണ് BJP വിഭാവനം ചെയ്യുന്നത്. രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മുടെ നാടിന്റെ നട്ടെല്ല് കുട്ടികളാണ്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വിദേശത്തേക്ക് പോകുന്ന പ്രവണതയാണ് നിലവിൽ കേരളത്തിലുള്ളത്. അത് മാറണമെന്നും മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂരിലെ കോൺഗ്രസുകാരെ മൊത്തം BJPയിലേക്ക് ഊറ്റിക്കൊണ്ടുപോകുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇപ്പോൾ BJPയിലേക്കുള്ള കടന്നുവരവിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അടുത്ത മാസം ഇതിൽ കൂടുതൽ ആളുകൾ BJPയിലേക്ക് എത്തും. കോൺഗ്രസിലെ ചവിട്ടിത്താഴ്ത്തൽ അനുഭവിച്ചുകൊണ്ട് എന്തിന് കഴിഞ്ഞുകൂടണമെന്നും പത്മജ ചോദിച്ചു. എന്നോട് പലരും ചോദിച്ചു, ചേച്ചി പോയപ്പോൾ എന്താ ആരും കൂടെ വരാഞ്ഞേ? ഞാൻ പറഞ്ഞ അത്യാവശ്യമുള്ള 2-3 പേരെ വിളിച്ചു, അവർ വരികയും ചെയ്തു. പക്ഷെ ഇപ്പം ഞാനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ തൃശ്ശൂരത്തെ ഞാൻ കോൺഗ്രസ്സുകാരെ മൊത്തമായി ഞാൻ ഊറ്റിക്കൊണ്ടു പോകും. കാരണം എന്താന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾ ഈ പീഡനം സഹിക്കണ്ട. 10 കൊല്ലം ഇവിടെ നിന്ന് ചവിട്ടും കുത്തും സഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. തൃശൂർ കോർപ്പറേഷനിൽ BJP ഭരണം പിടിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാമതാകുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.